കാണാതായ അർജുനു വേണ്ടി തെരച്ചില് നടത്തവേ മുങ്ങല് വിദഗ്ധൻ ഈശ്വര മൽപെ ഒഴുക്കിൽപ്പെട്ടു. 2 തവണ മുങ്ങിയപ്പോഴും കണ്ടത് വലിയ പാറ. 3-ാം ശ്രമത്തിനിടെ അപകടം. കാണാതായ അർജുനു വേണ്ടി തെരച്ചില് നടത്തവേ മുങ്ങല് വിദഗ്ധൻ ഈശ്വർ മൽപെ ഒഴുക്കിൽപ്പെട്ടു. 4-ാം സ്പോട്ടില് തിരച്ചിലിറങ്ങവെയാണ് ഈശ്വർ മൽപെ ഒഴുക്കിൽപ്പെട്ടത്. ശരീരത്തില് കെട്ടിയിരുന്ന വടം പൊട്ടിയതാണ് അപകട കാരണം. നാവികസേന സുരക്ഷിതമായി ഈശ്വർ മൽപയെ കരയ്ക്കെത്തിച്ചു. 3-ാം ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത്. മുങ്ങല് വിദഗ്ധർ വീണ്ടും പുഴയില് ഇറങ്ങും. നദിയില് ശക്തമായ അടിയൊഴുക്ക്. സിഗ്നല് ലഭിച്ച 4-ാം സ്പോട്ടിലാണ് പരിശോധന. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തില് 4-ാം സ്പോട്ടില് ഡൈവിംഗിനൊരുങ്ങി നേവി. ഇതിനായി ഗംഗാവലിയിലെ മൺതിട്ടയുടെ ഭാഗത്ത് 3 ബോട്ടുകള് ഉറപ്പിച്ചു നിർത്താൻ ദൗത്യ സംഘത്തിന്റെ നീക്കം. വൈകാതെ ഡൈവിംഗ് ആരംഭിച്ചേക്കും. ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങല് വിദഗ്ധരായ മാൽപെ സംഘമാണ് സ്പോട്ട് 4-ല് പരിശോധന നടത്തുന്നത്. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് എത്തിച്ചാണ് മൺകൂനക്ക് അരികെ ഇവരെത്തിയത്. നാവികസേനയും മത്സ്യത്തൊഴിലാളികളും ഇവരുടെ കൂടെയുണ്ട്. 12 ദിവസമായി തുടരുന്ന ദൗത്യത്തില് ആദ്യമായാണ് പുഴയിലിറങ്ങി തിരച്ചില് നടത്തുന്നത്. ഐബോർഡ് പരിശോധനയില് അർജുന്റെ ലോറി 132 മീറ്റർ അകലെയാണെന്ന് കണ്ടെത്തിയിരുന്നു. ഐബോർഡ് ഡ്രോണ് പരിശോധനയില് ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. നദിയിലുള്ള മൺകൂനയിലെത്തി കുന്താപുരയില് നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് തെരച്ചില് നടത്തുന്നത്. തെരച്ചില് സംഘത്തിലെ തലവൻ ഈശ്വർ മൽപെ നദിയില് മുങ്ങിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം തിരിച്ചുകയറുകയായിരുന്നു. പലതവണ മുങ്ങിയെങ്കിലും ഈശ്വർ മൽപെ അതിവേഗം തിരിച്ചുകയറിയെന്നാണ് വിവരം. ദൗത്യവുമായി മുന്നോട്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈശ്വർ മൽപെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. നദിക്കടിയില് പാറ കണ്ടതായാണ് സൂചന. അടിയൊഴുക്ക് കാരണം മാൽപയ്ക്ക് അർജുന്റെ ക്യാബിനടുത്തേക്ക് എത്താനായില്ല.